எப்படி இருக்கு? நல்லா இருக்கு. நீங்க ஏன் அந்த வாட்டி ஒரு வாக்கு வந்து தமிழ் பேசுறீங்க? தமிழ் பகுதி. அது எப்படி வந்தது அந்த தமிழ் இங்க? அது சும்மா ஒரு வெரைட்டிக்காக. இந்த மாதிரி கலாட்டா பண்ணதுக்கு இங்க நிக்க கூடாது. സോംബേരി ഫയലുകളെ. ചക്കയ്ക്കും കേടുണ്ട് മാങ്ങയ്ക്കും കേടുണ്ട് നമ്മളെ മനുഷ്യർക്കുള്ളതോ ഗതികേട്. തങ്കൻ, ശശി, സോമൻ അങ്ങനെയൊക്കെ പേരുള്ളവർക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല പേരുണ്ട ആവശ്യമില്ല. കാര്യം അവൻ ഫ്യൂച്ചറിൽ ഈ പേരിലായിരിക്കും അറിയപ്പെടുക. പാലായി പോകാൻ പ്ലാനായി സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. Once upon a time, once upon a time, once upon a time, once upon a time. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇത് അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ദി എക്സ്ക്ലൂസീവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഫോർ വിമൻ വൺസ് അപ്പോൺ എ ടൈം സീസൺ 4. അപ്പോൾ ഏറെ സ്നേഹത്തോടെ നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. നമ്മുടെ ഷോയെ കൂടുതൽ ആഘോഷമാക്കാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം താത്ത പ്രോ മാക്സ്. ശരടിയായി എന്തോ ഇവിടുന്ന് പോണതിന് മുമ്പ് എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ വേണ്ടത് താത്ത? ഒരു 10,000 രൂപ വരും. ആവശ്യം എന്താ? അതൊരു മൊബൈൽ ഫോൺ മേടിക്കാനാ. മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഓൾറെഡി. അത് എനിക്കല്ല, വീരാനിക്കക്ക്. ബീരാനിക്കൊക്കെ എന്തിനാ മൊബൈൽ ഫോൺ? അത് വീരാനിക്ക ഈ ഇടയ്ക്ക് ഒരു ഓഡീഷന് പോയി. ആ അപ്പോൾ ഓഡീഷന് വന്നു കഴിയുമ്പോൾ അവിടുത്തെ ഡയറക്ടർ മേശപ്പുറത്തൊരു ഫോൺ വെച്ചിട്ട് പറഞ്ഞു, ഇതൊരു ഫോണാണെന്ന് എല്ലാവർക്കും അറിയാം, ഇത് നിങ്ങളുടെ ഭാവന അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ അതിനെ ഓരോരുത്തർ വന്നിട്ട് ഇത് ആപ്പിൾ പോലെ ഇങ്ങനെ കടിച്ചിരുന്നാരി കാണിച്ചു. ചില ആൾക്കാർ വന്നിട്ട് ഇത് ഇങ്ങനെ പോലീസിൻ്റെ വയർലെസ് സെറ്റ് പോലെ ഉപയോഗിച്ചു. ചില ആൾക്കാർ വന്നിട്ട് അതിങ്ങനെ കണ്ണട പോലെ കാണിച്ചു. ചിലർ ഓംലെറ്റ് പോലെ കാണിച്ചു. അങ്ങനെ പലരും പലത് കാണിച്ചു. ഈ ചങ്ങാതി എന്നിട്ട് ഇത് ബോംബ് പോലെ കാണിച്ചു. ബോംബ് പോലെ കാണിച്ച് എൻ്റെ പൊന്നു വിശാരടി ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് വധൂരി ഫോൺ പോലെ കാണിച്ചിട്ട് ഇങ്ങനെ ജനലിൽ കൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ ആ ഡയറക്ടർ വീട്ടിൽ നിന്ന് മാറാനുള്ള ഫോൺ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഒരു 10,000 രൂപ. ഡയറക്ടറുടെ ഫോൺ എടുത്തിട്ട് ഇത് ചെയ്തത്. ആ പിന്നെ അല്ലാണ്ട് അല്ല, ഇതിപ്പോ അതിനൊന്നും ഒരു 10,000 രൂപ തരാനായിട്ട് പറ്റില്ല. ബീരാനിക്ക് ഇവിടെ 1-2 എപ്പിസോഡിൽ കൊണ്ടുപോവാ, പണിയെടുപ്പിച്ചിട്ട് നമുക്ക് പൈസ കൊടുക്കാം. ആ അങ്ങനെ തന്നെ പണിയെടുത്തിട്ട് പുള്ളി ജീവിക്കട്ടെ അല്ലേ? അതെ, അതായിരിക്കും നല്ലത്. താത്തയ്ക്ക് നല്ല ശമ്പളം ഉണ്ടല്ലോ, ആ ശമ്പളത്തിൽ വാങ്ങിച്ചു കൊടുത്തൂടെ? 10ന്റെ പൈസ ഞാൻ കൊടുക്കൂല. അങ്ങനെ വിചാരിക്കണ്ട, നീ എനിക്ക് തരൂല്ലല്ലോ. ഞാൻ തരില്ല. അപ്പൊ ഞാനും കൊടുക്കൂല. Let's now invite our contestants Malu and Vandana. അപ്പോൾ ഇന്ന് പുതിയ ഒരാളും പിന്നെ കൂടെ ഓൾറെഡി നമ്മുടെ ഫാമിലിയുടെ ഭാഗം ഒരാളും ഉണ്ട്. ആൻഡ് വന്ദന, വെൽക്കം. വന്ദന എവിടെന്നാ വരുന്നേ? ഞാൻ വൈക്കത്തുനിന്ന്. വൈക്കത്തുനിന്ന്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എവിടെ? ഏത് കോളേജില്? കോലഞ്ചേരി SNGC. ഏത് സ്ട്രീം? സിവില്. സിവിൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. ഏത് ഇയർ ആണ്? ലാസ്റ്റ് ഇയർ ആണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. എങ്ങനെയാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്കൊക്കെ വന്നേ, അല്ലെങ്കിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചത്? ഇവിടെ ഓഡിയൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആണോ? അങ്ങനെ ഈ സീസണിലോ അതോ മുമ്പത്തെ സീസൺ? നേരത്തെ. ഓക്കെ. അപ്പൊ ഹരിസാർ പിന്നെ കോളേജിൽ വന്നായിരുന്നു. അപ്പൊ നമ്മൾ കോളേജസിൽ ഓഡിഷൻസ് നടത്തിയിരുന്നു. അപ്പൊ അതുവഴി വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മുൻപ് കോളേജിലോ സ്കൂളിലോ മോണോ ആക്ടോ മിമിക്രിയോ സ്റ്റാൻഡപ്പ് കോമഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ? ഇല്ലേ? ചെയ്തിട്ടില്ല. ഇല്ലേ? ഫസ്റ്റ് ടൈം ആണ്. ഏതെങ്കിലും ഐറ്റം, പാട്ടോ ഡാൻസോ? പാട്ടും ഡാൻസ് ഒക്കെ നോക്കിയായിരുന്നു. ഡാൻസ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ വെൽക്കം once again. മാളു, സുഖമല്ലേ? எப்படி இருக்கு? நல்லா இருக்கு. புதிய എന്തെങ്കിലും വിശേഷം? நீங்க ஏன் அந்த வாட்டி ஒரு வாக்கு வந்து தமிழ் பேசுறீங்க? தமிழ் பகுதி. அது எப்படி வந்தது அந்த தமிழ் இங்க? அது சும்மா ஒரு வெரைட்டிக்காக. இது எல்லாம் ஒரு வெரைட்டியா? இது என்ன தேவை அதுக்கு? அந்த மாதிரி ஒரு தமிழ் எப்படி பேசுறதுக்கு என்ன தேவை இருக்கு? தேவைയൊന്നുമില്ല. ஒரு தேவை இல்லையா? சும்மா அப்படி சொல்லாத. அந்த மாளு பயந்து போயிட்டு. ഇതെന്തെങ്ങനെ? അല്ല, തമിഴ് പറയുമ്പോ ഞാനൊരു ലുക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയതാ. ഇല്ല, അങ്ങനെയല്ല. ഞാൻ വെറുതെ ലുക്കുണ്ട്. തമിഴ് ലുക്കുണ്ടോ എന്നല്ല ഇല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാനാ. തമിഴ് ലുക്കല്ല, മലയാളി ലുക്കുണ്ട്. നല്ല ഐശ്വര്യം. അല്ല, മാളുവിന് വേണമെങ്കിൽ ഒരു തമിഴ് ലുക്കും പറയാം. വേണമെങ്കിൽ മാളു ഇപ്പൊ ഒരു കലൈ സെൽവി
സെൽവി. കാര്യം ഗുരുവായൂർ സെൽവി. മരുതമല യൂണിവേഴ്സിറ്റിയിൽ എന്തോ പഠിക്കുന്നുണ്ട്, ഹോം സയൻസ് പഠിക്കുന്നുണ്ട് ഇപ്പം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന ഇതൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. പുതിയ ഡിഗ്രി. கொஞ்சம் தமிழ்ல பேசலாமா? ஆமா பேசலாம். தமிழ் தெரியுமா உங்களுக்கு? கொஞ்சம் கொஞ்சம் தெரியும். நம்ம இங்கிலீஷ் பேசுற மாதிரி ஏபிசிடி போல தமிழ் தான் தெரியும். அப்போ தமிழ்ல ஏபிசிடினா என்ன? அது தெரியல. அதோ இங்கிலீஷ்ல பேசுறேன் ഞാൻ. இங்கிலீஷ்ல கொஞ்சம் ஏபிசிடி போல தான் தமிழ் தெரியும். தமிழ்ல இதா இருக்கு. எனக்கு தெரியல. ஆமா ஆமா ஆமா. நான் என்ன சொல்றது, இந்த மாதிரி கலாட்டா பண்ணதுக்கு இங்க நிக்க கூடாது. சோம்பேறி பையலுகளே, மூஞ்சே பாடுறா. இங்க வந்து ஷூட்டுக்கு வந்து எதுக்கு இந்த மாதிரி எல்லாம் பேசுதுங்க? எபிசோடு தொடங்கணுமா வேண்டாமா? வேணும் சார். வேணும்னா அப்படியே தொடங்க. அவங்க தான் நினைக்கணும். ஆறு இந்த தாத்தாவா? அதுக்கு வச்சு நானிப்ப என்ன சொல்வேன்? என்ன அதுக்கு வச்சு நானிப்ப இது தமிழ்ல பேசணும், அதே மலையாளத்துல பேசணும் கதா. மலையாளம் பேசு. மலையாளம் தானே நீங்க ரொம்ப கஷ்டப்பட்டு பேசுறேன். ஆனா அது தமிழ்ல பேச அப்படி அந்த மாதிரி ஒன்றும். என்ன தெலுங்குல பேசுறதே? ஏன் தமிழில் அப்படியே பேசு. മലയാളത്തിൽ പേசுறேன். ആമാങ്ക. ഇത് 3 സിനിമയുടെ കഥ ഒറ്റ സിനിമയാക്കി പറയണം. വേണമെന്നുണ്ടെങ്കിൽ സിനിമ കഥയാക്കാം കേട്ടാ. ശരി. അപ്പൊ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണ പുതിയ ആള്. 30 ഏക്കർ സ്ഥലം മറിച്ച് വിൽക്കാൻ വേണ്ടിയാണ് ഭുവനചന്ദ്രൻ തമിഴ്നാട്ടിലെത്തിയത്. ഇപ്പൊ തമിഴ് ടച്ചായിട്ടാ. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് നടുവിലൂടെ കനാൽ പോകുന്ന സ്ഥലം വിൽക്കാൻ നാട്ടിലെ ജന്മിമാരായ കറുപ്പയും പാണ്ഡിതുരയും സമ്മതിക്കില്ല എന്ന കാര്യം അയാൾ മനസ്സിലാക്കുന്നത്. കറുപ്പയ്യയുടെ മകളെ പ്രണയം നടിച്ച് വശത്താക്കി അതുവഴി സ്ഥലം വിൽക്കാൻ ഭുവൻ തീരുമാനിക്കുന്നു. പക്ഷേ ആധാരങ്ങളെല്ലാം മുള്ളംകൊല്ലിയിലെ കൊച്ചു നമ്പ്യാരുടെ വീട്ടിൽ പണയം വെച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ വലിയ നമ്പ്യാരെ കൊച്ചു നമ്പ്യാർ കൊല്ലുന്നു. ഇതറിഞ്ഞ മുള്ളംകൊല്ലി വേലായുധൻ ഒരു വടി നിലത്ത് കുത്തിവെച്ചിട്ട് വന്ന് കൊച്ചമ്പ്യാരെയും കൊന്നിട്ട് പുഴയിലേക്ക് ചാടി നീന്തുന്നു. നീന്തി 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 അവർ ഒടുവിൽ മദ്രാസിൽ ചെന്ന് കയറുന്നു. പക്ഷേ അവിടെയും അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ദാരിദ്ര്യത്തോട് ദാരിദ്ര്യം. അതും പോരാഞ്ഞ് അവരെ കൊല്ലാൻ ബോംബെയിൽ നിന്നും പ്രൊഫഷണൽ കില്ലർ പവനായി വരുന്നു. അവസാനം പവനായി ശവമാകും. ആർക്കാ കിട്ടിയേ? വന്ദന. എനിക്ക് പാണ്ടിപ്പട. പാണ്ടിപ്പട. പിന്നെ നരൻ. നരൻ. ഇവിടെ പാണ്ടിപ്പട, നരൻ. പിന്നെ നാടോടിക്കാറ്റിന്റെ ആണോ ലാസ്റ്റ്? നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ് കറക്റ്റ് ആണ്. സോ അപ്പൊ മാളു ആണ് ഇന്ന് ആദ്യം മത്സരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് മാളു. താങ്ക് യു. ഹലോ ഹായ്. തിടമ്പേറ്റ ഗുരുവായൂർ കേശവനെ പോലെ ഞാൻ മാളു ഗുരുവായൂർ. ചക്കയ്ക്കും കേടുണ്ട്, മാങ്ങയ്ക്കും കേടുണ്ട്. നമ്മളെ മനുഷ്യർക്കുള്ളതോ ഗതികേട്. എന്റെ രമേശ് ചേട്ടൻ വിചാരിക്കും ഈ ഗതികേടിൽ എന്തിട്ട് തമാശ പറയാൻ ഇവിടെ വന്നേക്കണെന്ന്. ഉള്ള കാര്യം പറയല താത്ത, ഒരു മനുഷ്യന്റെ ഗതികേട് പറയണ അത്രക്ക് തമാശ വേറെ ഇല്ല. പിന്നെ 14 സെക്കൻഡ് കൊണ്ട് നോക്കണായിട്ട് കൂടുതൽ സമയം എന്നെ നോക്കാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളെ ക്യാമറ ചേട്ടന്മാരുള്ള രഞ്ജിത്ത് ചേട്ടൻ, ഉണ്ണി ചേട്ട ആൻഡ് നമ്മളെ നവാസിക്കാൻ മറ്റുള്ള ചേട്ടന്മാരെ 100 ഫോക്കസ് ചെയ്തോളൂ കേട്ടോ. പാരമ്പര്യമായിട്ട് കൈമാറുന്നത് കുടുംബക്കാര് ഭൂസ്വത്താണെങ്കിൽ എൻ്റെ അച്ഛൻ കൈമാറി തന്ന സാധനമാണ് ഗതികേട്. അമ്മയുടെ അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട്, ഡേ ഏത് ഗതികെട്ട നേരത്തോടെ ഇതിനെ ഈ പ്രൊഡ്യൂസറും ഡയറക്റ്റും ചെയ്യാൻ തോന്നിയെന്ന്. ചേച്ചി കേൾക്കണം, ഇവർക്ക് അങ്ങനെ പലതും പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛന് പ്രസ്സിലായിരുന്നു ജോലി. ഈ ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുന്ന പ്രസ്സിലേ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിള്ളേരുടെ കയ്യിലുള്ള നോട്ട്ബുക്കിന്റെ ചൊട്ടയൊക്കെ ചെരിഞ്ഞിരിക്കണ മോഹൻലാലിൻ്റെയും എടപ്പല്ല് കാട്ടിച്ചിരിക്കണ മമ്മൂക്കയുടെ ഒക്കെയാ. എൻ്റെ അച്ഛൻ പ്രസ്സിലാണല്ലോ, അപ്പൊ എനിക്ക് അതേപോലത്തെ ബുക്കാവും വിചാരിച്ചിട്ട് ബുക്ക് വാങ്ങി ഞാൻ അച്ഛൻ്റെ പ്രസ്സിലേക്ക് പോയി. അപ്പം അവിടെ എല്ലാ വേസ്റ്റ് പേപ്പറും കൂട്ടിയിട്ട് ഒരു ബുക്ക് പോലെ ബൈൻഡ് അടിച്ചിട്ട് അതിന് ഒരു പുറം റോസാപ്പൂവും മറ്റേ പുറം കാക്കീനാക്കിയിട്ട് തന്നിക്കണം. ക്ലാസ്സിലെ ടീച്ചർ വരെ ലേറ്റ് ആകുമ്പോൾ ഈ പിള്ളേരൊക്കെ ലാലേട്ടനെ ചെരിഞ്ഞമ്മ കൊണ്ടുപോയി ചിത്രം വരച്ചിട്ടും മമ്മൂക്കയുടെ പല്ലിന് കളർ കൊടുത്തിട്ടിരിക്കുമ്പോൾ ഞാൻ കാക്കയോട് കഥ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ക്ലാസ്സിലേക്ക് ഒരു വട്ടപ്പേര് വന്ന് കാക്ക മാളു. പക്ഷെ എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. കാരണം ആൺകുട്ടിയാണെന്നുള്ള അച്ഛൻ്റെ അതിമോഹം 8 നിലയിൽ കണ്ടം തുണ്ടായി വെട്ടി നുറുക്കിയിട്ട് 8ാം മാസത്തിൽ അമ്മരെ വയറ്റിൽ നിന്ന് ചാടി പുറപ്പെട്ടതാണ് ഞാൻ. അതുകൊണ്ട് വീട്ടിൽ എനിക്ക് ഒരു ഇരട്ടപ്പേര് കൂടി ഉണ്ട്, എടുത്തു ചാട്ടക്കാരി.
നീ ഈ ചാട്ടക്കാര് മൊത്തം പോണതോ ഇവരൊക്കെ ആവശ്യങ്ങൾക്കാ. വണ്ടി എടുത്ത ഒരൊറ്റ പോക്കാ. പക്ഷെ എന്റെ ഈ പോക്കണ്ട നാട്ടുകാർ പറയണ എന്താന്ന് പറയാ, ഓ അവളുടെ ഒരു പോക്ക്. പക്ഷെ ഓടിക്കണ എന്റെ ഒരു ഇതെന്താന്നറിയോ, എന്റെ ദൈവമേ പോണ പോക്കിലൊന്ന് കയറ്റൊന്നുമില്ലാണ്ട് ഒക്കെ ഇറക്കാവണേന്നാ. താത്ത ഇറക്കത്തെത്തുമ്പോ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങും. എന്നുവെച്ചാ വണ്ടി നിർത്തി വണ്ടിന്ന് ഇറങ്ങുന്നല്ല, വണ്ടി നിർത്തി ഇറക്കത്തിൽ ഇങ്ങനെ ഉരുട്ടി ഇറങ്ങുന്നു. ഈ പെട്രോൾ ലാഭിക്കാനുള്ള എന്റെ ഒരു ഗതികേടേ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഉരുട്ടി ഇറങ്ങുമ്പോഴേ വേറെ ഒരുത്തൻ എന്നെ ഓവർടേക്ക് ചെയ്ത് ഉരുണ്ട് ഇറങ്ങു പോണ്. രമേശ് ചേട്ടാ, ഒരു ഗതികേടുള്ളവന് വേറൊരു ഗതികേട്ടനെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. പിന്നെ നിനക്ക് വല്ല പണിക്ക് പോകൂടാ, അല്ലെങ്കിൽ എന്താ പറയുക, നീ എവിടെ പോയി ചെയ്താൽ ഇതൊക്കെ തന്നെയാണോ നിന്റെ അവസ്ഥ എന്നൊക്കെ ചോദ്യമുണ്ട്. അത് കറക്റ്റ് എന്നെ ഉദ്ദേശിച്ചിട്ടാ. കാരണം എൻ്റെ കൂട്ടുകാരായിട്ട് ഞാനൊരു കല്യാണത്തിന് പോയി. അവിടെ ഈ എല്ലാവർക്കും ഇലയിട്ട് ചോറിട്ട് വിളമ്പുമ്പോൾ എൻ്റെ അടുത്തേക്ക് ചോറ് എത്തുമ്പോഴേക്കും തീരും. ഇത് ആ കല്യാണത്തിന് മാത്രമല്ല, പിറന്നാള്, കല്യാണം, അടിയന്തരം എന്ന് വേണ്ട തീറ്റ സാധനങ്ങൾക്കൊക്കെ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും തീരും. പിന്നെ അങ്ങേര് കലവറയിൽ പോയി ചോറ് എടുത്ത് കൊടുന്ന് എൻ്റെ ഇലയിൽ ഇടുമ്പോഴേക്കും തൊട്ടപ്പുറത്തെ ഇലയിൽ പായസം വിളമ്പിണ്ടായിരിക്കും. ഉള്ള കാര്യം പറയാലോ, ഒന്നും തോന്നരുത്. അമ്മയ്ക്ക് ഷുഗറും അച്ഛന് പ്രഷറും അമ്മൂമ്മയ്ക്ക് കൊളസ്ട്രോളും ഉള്ളതുകൊണ്ട് വീട്ടില് തേങ്ങ അരച്ച് കറി വയ്ക്കുന്നത് കുറവാ. വല്ലപ്പോഴും ഞാൻ തേങ്ങ അങ്ങാനും ചരണ്ടിയാ അന്ന് കറണ്ടാണ്ട് പോവും. പിന്നെ കറണ്ട് വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇരുന്ന് വരാണ്ടാവുമ്പോൾ അമ്മിക്കോഴയും കഴുകി അമ്മിയും കഴുകി അതിന് കുറച്ച് തേങ്ങ ഇട്ട് 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് തേങ്ങ അരച്ച് അടക്കളേക്ക് ഉണ്ട് കാലെടുത്ത് കുത്തുമ്പോഴേക്കും വരും കറണ്ട്. ഈ കറണ്ട് ഞാൻ തമ്മിലുള്ള ഒരു ശത്രുത തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇപ്പൊ ഇങ്ങോട്ടേലും പോകുമ്പോൾ വല്ല പൗഡർ ഇടാനോ അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതി കൺമശി എടുത്ത് ഇങ്ങനെ ഉണ്ട് എടുക്കുമ്പോഴേക്കും കറണ്ട് പോകും. പിന്നെ വല്ല വിളക്കോ ഫോണിന്റെ ടോർച്ചൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങണത്. എനിക്ക് തോന്നുന്നു രമേശ് ചേട്ടാ, ഈ കറണ്ട് കഴിഞ്ഞ ജന്മത്തിൽ വല്ല മനുഷ്യനായിട്ടുണ്ടാവുന്ന. കാരണം മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുണ്ടാവും, അല്ലാണ്ട് ഇത്രയും ശത്രുത എന്നോട് കാണൂല. പക്ഷെ ഇപ്പോഴും ആ ശത്രുത ഞാനും കറണ്ടുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് രമേശ് ചേട്ടാ. വേറെ ഒന്നല്ല, എൻ്റെ നാട്ടിൽ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിച്ചു, കോമഡി പറയാനേ. ഞാൻ കോമഡി പറയാൻ പ്രോഗ്രാമിന് ചെന്നു. ആദ്യത്തെ ഒരു വരി പറയുമ്പോഴേക്കും ആ പ്രോഗ്രാമിൻ്റെ കൺവീനർ മുമ്പിൽ നിന്നിട്ട് കൺവീനർ മുന്നിൽ നിന്ന് ഒടുക്കത്തെ ചിരി. ഒരു കോമഡി പറയുമ്പോൾ 3 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ചിരിക്കണ്. ഞാൻ ആദ്യം വിചാരിച്ചേ എൻ്റെ കോമഡി അത്രയും നന്നായ, രമേശ് ചേട്ടൻ മുന്നിൽ ചിലപ്പോൾ ചിരിക്കാറില്ല, ഇത്രയും നന്നായ. പിന്നെ മനസ്സിലായി ഇനി അടുത്ത് പറയണ്ടാന്ന് വെച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ചിരിക്കണേന്ന്. ഒരു അന്തം കൊണ്ടുമില്ല. അങ്ങനെയാണ് ഇതും ആലോചിച്ചിങ്ങനെ വീട്ടിൽ പോവാ. ഏകദേശം ഈ പട്ടിച്ചന്തയ്ക്ക് പോയ ഫീലിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര ഫീലായി. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് എപ്പോൾ ഞാൻ സങ്കടം പറയാൻ വിളിച്ചാലും അവൾ കൊടുക്കത്ത സങ്കടം ഇങ്ങോട്ട് പറയാം. അവളെ സങ്കടം പറഞ്ഞ് ഫോണാണ്ട് കട്ട് ചെയ്യും. ഇതെന്നിങ്ങനെ തന്നെ ഞാൻ വിളിക്കാം, എടി നിന്നെ ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് വയ്യ, നീ എന്തെങ്കിലും തമാശ പറഞ്ഞേന്ന്. അമ്മയ്ക്ക് പ്രാണവായന മകൾക്ക് വീണവായന, അമ്മയ്ക്ക് പ്രാണവേദന മകൾക്ക് വീണവായന. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി എനിക്കൊന്നും ചിരിക്കാനോ ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഒക്കെ പറയണ പോലെ കണ്ണാടയിൽ പോയിട്ട് ഒന്ന് ചിരിക്കാം. ഞാൻ അങ്ങനെ എൻ്റെ റൂമിൽ കണ്ണാടയിൽ പോയിട്ട് എന്നെ ഒന്ന് നോക്കി, എൻ്റെ പൊന്നോ വേണ്ട, അതന്നെ ഏറ്റവും വലിയ ഗതികേടാണ്. പിന്നെ എനിക്ക് ചോദിച്ചത് നിങ്ങളൊക്കെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോൾ ഈ തലയിൽ മുടി കെട്ടിയാൽ നിൽക്കില്ല പോലെയാണ് എന്താ പറയുക, കോമഡിക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് നോക്കിയാൽ കിട്ടൂല. പിന്നെ ഫേസ്ബുക്കിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ തപ്പാൻ നോക്കിയാലാ. എൻ്റെ ഒരു കൂട്ടുകാരൻ അമ്പലവാസിയാ, അവണ്ട് പോസ്റ്റ് ഇട്ടേക്കണ് ഫേസ്ബുക്കിൽ, എന്താ തേപ്പ് കെട്ടി വേദനിച്ച പെണ്ണുങ്ങൾക്ക് കെയർ ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ ജോലിയായിട്ട് എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഞങ്ങൾ ഉമ്മറത്ത് ചാരി കസര ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉണ്ട് പെട്ടെന്ന് ഒരു പല്ലിന്റെ മേലിക്കാണ്ട് വീണു. അപ്പൊ അമ്മമ്മ പറയാണ്, എന്റെ മോളെ അല്ലെങ്കിൽ അനക്ക് ഗതികേടാ, പല്ലും കൂടി വീണ് ദോഷായിരുന്നു. ഇനി ആ കിളവി വല്ല പഴനിക്ക് അങ്ങനെ എന്നെ മൊട്ട അടിക്കാൻ നേരെ വിചാരിച്ചിട്ട് വേറൊന്നല്ല, മൊട്ട അടിച്ച ഗതികെട്ടവന് മൊട്ട അടിച്ച കല്ലുമഴ പെയ്യുന്നു കേട്ടിട്ടുണ്ട്. പേടിച്ചിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങി ആ റോഡ് സൈഡിലുണ്ട് ഒറ്റയടിക്ക് വാനിഷ് ആവും പല്ലി സ്പ്രേ തന്നുള്ളത്. ആ സാധനം വാങ്ങി ഞാൻ ഒറ്റയടി അടിച്ച്. രമേശ് ചേട്ടാ ഉള്ള കാര്യം ഒറ്റയടിക്ക് വാനിഷായി. പല്ലിയല്ല, സ്പ്രേയുടെ കുപ്പി. പിന്നെ ഉത്തരത്തിലിരിക്കുന്ന പല്ലിനെ മൈൻഡ് ചെയ്യാത്ത ഞാൻ നോക്കിയിരുന്നു. പല്ലിന്റെ എണ്ണം വരെ എനിക്കറിയാം. എല്ലാം കഴിഞ്ഞ് ഈ ഗതികനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ 3 കൊല്ലം മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് എടുത്ത് കാലെടുത്ത് കുത്തേണ്ട താമസം വീട്ടിൽ 2 അംഗസംഖ്യ കുറഞ്ഞത്. പിന്നെ അതൊക്കെ വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 എണ്ണം പ്രസവിച്ച് ആ വിഷമാണ് തീർത്തു കൊടുത്ത്. പക്ഷേ എൻ്റെ അമ്മാമ്മയുടെ പോലെ ദോഷം നോക്കുന്ന ഒരാൾ ചേട്ടനമ്മ വീട്ടിലുള്ള കാര്യം ഞാൻ മറന്നു. ചേട്ടനമ്മ പിന്നെ വഴിപാടൊന്നും നേർന്നില്ല, ഒരു ജോത്സ്യനെ പോയി കണ്ട്. അപ്പൊ ജോത്സ്യം പറയാണ്, ശുക്രൻ ഉച്ചി നിൽക്കണോണ്ടും
രാഹുവിന് കലിപ്പായതുകൊണ്ടും ചന്ദ്രൻ പിണങ്ങിപ്പോയത് കൊണ്ടും കേതുവിന് കളത്തിൽ ഇറങ്ങാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് വീട്ടിലൊരു ഹോമം വേണം. ഇവിടെ മനുഷ്യന്മാർ കറണ്ട് ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലാണ്ടാകുമ്പോൾ ഈ ഹോമത്തിന് വേണ്ടിയുള്ള പൈസക്കുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയണോ മക്കളെ? ചക്കയ്ക്കും മാങ്ങയ്ക്കും കേടുണ്ടാകുമ്പോൾ പുഴു വരും. ഈ മനുഷ്യന് കേടുണ്ടാകുമ്പോൾ പുഴുവും പാറ്റും തേളുന്നല്ലോ വരെ വല്ല പട്ടിയും നായും കുരങ്ങിക്കും. അപ്പൊ എന്തൊക്കെ വന്നാലും എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയണോ, ടേക്ക് ഇറ്റ് ഈസി. കേട്ടിട്ടില്ലേ? ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി. കണ്ണിലൊരു മുള്ളു കണ്ടാൽ ടേക്ക് ഇറ്റ് ഈസി. താങ്ക് യു. മാളു, എപ്പോഴത്തെയും പോലെ മാളുവിന്റെ പെർഫോമൻസിൽ നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല രസകരമായിരുന്നു. രമേശ് ചേട്ടാ? മാളു നല്ല രസമുള്ള നമ്മുടെ തിടം പേറ്റിയ ഗുരുവായൂർ കേശവനെ പോലെ മാളു വന്ന് നിൽക്കുന്നു. മാളു തമാശകൾ പറയുന്നു, എല്ലാം വളരെ ഗംഭീരമായി. കുറേ തമാശകൾ നമുക്ക് നല്ല കണക്ഷൻ കിട്ടുന്ന തമാശകളായിരുന്നു. എനിക്ക് ഇടയ്ക്കൊക്കെ എനർജി കൂടിയിട്ട് കതച്ചു പോകുന്നുണ്ടോ എന്ന് വരെ തോന്നി. പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞ് ക്ഷീണിക്കുമെന്ന് പറയുമല്ലോ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ തോന്നി. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അത്യാവശ്യം ചില കഥകൾ, ചില ഏരിയകൾ ഇങ്ങനെ ഒന്ന് നമ്മൾ ആ ഗതികേട് പോയിന്റ് ശേഷം ഒന്ന് അലഞ്ഞ പോലെ തോന്നി എനിക്ക്. എവിടെയോ അടുത്ത പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചില സ്ഥലങ്ങൾ ഇടയ്ക്ക് ഒരു 1-1.5 മിനിറ്റ് ഒരു കാര്യമായ ഒരു നർമ്മത്തിൽ ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയതുപോലെ തോന്നി, ലാഗായ തോന്നി. വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല, ഗംഭീരമായി. മാളു നല്ല പെർഫോമൻസ് ആയിരുന്നു, വെരി എനർജറ്റിക് പെർഫോമൻസ്. കുറേ കാര്യങ്ങൾ മാളു പറഞ്ഞ സമയത്ത് മാളു മെയിൻറ്റെയിൻ ചെയ്ത ഒരു എനർജി എന്ന് പറയുന്നത് തന്നെയായിരുന്നു ആ സമയത്തെ അതിൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ പിഷു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ആ സമയത്ത് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും മാളുവിൻ്റെ എനർജി കൊണ്ട് മാളുവിനെ ശ്രദ്ധിക്കാൻ തോന്നിയ ചില സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ ഗതികേട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ വലിച്ചു വരുത്തുന്നതാണോ ഈ ഗതികേട്, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പറയില്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അയ്യോ എന്ന് പറയുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയരുത് എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ചില ഇതൊന്നും ഗതികേടായിരിക്കില്ല, നമ്മളായിട്ട് അതിനെ ഗതികേടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. മലയാളികൾ കൂടുതലും പറയണോ അയ്യോ എന്റെ ഒരു ഗതികേട് അല്ലെങ്കിൽ അതെ, എന്റെ അമ്മയ്ക്കൊക്കെ സ്ഥിരം പല്ലവിയായിരുന്നു മുമ്പ്, എന്തൊരു ഗതികേട്. അത് ഞാൻ അമ്മ അങ്ങനെ പറയല്ലേ. അത് നമ്മൾ ഡെഫിനറ്റ്ലി ഇപ്പം ആൾ ലാസ്റ്റ് അവസാനിപ്പിച്ചത് എങ്ങനെയാ, ടേക്ക് ഇറ്റ് ഈസി. അതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അത് കടന്ന് വേറെ മറ്റൊന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഓർമ്മിപ്പിക്കൽ, ഒരു രത്ന ചുരുക്കം മാളു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. അതിലൊരു കാര്യം സത്യമാട്ടോ, ഞാൻ എവിടെ തിന്നാൻ പോയി ഇരുന്നാലും അപ്പൊ എന്റെ സ്ഥലത്ത് എത്തുമ്പോ തീരും. പക്ഷെ അതുപോലെ മാളു ശ്രദ്ധിച്ചിട്ടില്ലേ, മാളു ഏതെങ്കിലും ഹോട്ടലിൽ പോയിരിക്കുമ്പോ അവിടേക്ക് പിന്നെ വേറെ കുറെ ആൾക്കാർ വന്നിരിക്കണത്. ഹോട്ടലല്ലേ ഞാൻ കല്യാണ കാര്യം പറഞ്ഞത്. അല്ല, കല്യാണത്തിന്റെ അല്ല, അതല്ലാതെ നമ്മള് ചിലര് പറയാറുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും 2-3 പേരുള്ള ഒരു ഹോട്ടലായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരുപാട് പേര് അവിടേക്ക് വന്നു ചേരുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മാളുവിന്റെ ഐശ്വര്യം കൊണ്ടാ. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ രചന പറഞ്ഞില്ല, 2-3 പേരുള്ള ഹോട്ടലായിരിക്കും. നമ്മൾ എന്നപ്പോ ബാക്കിയുള്ളവർ വന്നു, അതിന്റെ തൊട്ട് മുമ്പ് വന്നവനെ നിങ്ങൾ പരിഗണിക്കണം. അവനല്ലേ ആദ്യം വന്നത്, അവന്റെ ഐശ്വര്യം കൊണ്ടല്ലേ ഇവര് വന്നത്. അപ്പൊ അവനെ നിങ്ങൾ പൂർണ്ണമായിട്ട് അവഗണിച്ച് ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് നമ്മൾ പറയരുത്. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാണ് ഇത് തുടങ്ങിയത് എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഗതികേടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പൊ രചന പറഞ്ഞ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞ വണ്ടിക്ക് പെട്രോൾ ഇല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞാൽ പോവോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ല ജീവിതത്തിൽ. ഇപ്പൊ മാളുവിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുക എന്നുള്ളത്. ഫുഡ് കിട്ടൂലോ. അത് ചില ആൾക്കാർക്കുണ്ട്. ഈ സിഗ്നൽ ഇല്ലേ, എല്ലാ സിഗ്നലും കിട്ടുന്ന ആൾക്കാരുണ്ട്. എല്ലാ സിഗ്നലും വണ്ടി ഓടിച്ചു പോയാൽ എല്ലാ സിഗ്നലും കിട്ടും, ഒരു സിഗ്നലും കിട്ടാത്ത ആൾക്കാരുണ്ട്. ചില ഫ്ലോറിൽ ഒരു 15 നിലയുള്ള കെട്ടിടത്തിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ലിഫ്റ്റ് 15-ലായിരിക്കും. ചിലപ്പോൾ കറക്റ്റ് തുറന്ന് നമുക്ക് കയറാനുള്ള അവസരം കിട്ടും. അതിങ്ങനെ നമ്മൾ ഏത് അന്വേഷിക്കുന്നോ അത് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഇതാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇത് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ ലക്കുകൾ അല്ലെങ്കിൽ കിട്ടിയ സാധനങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുമെങ്കിൽ നമുക്ക് അത് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നോക്കണ അനുസരിച്ചിട്ട് ഈ സാധനം കിട്ടുന്നത്. രണ്ടും ഒപ്പമാണ്. ഏതുമേ നമ്മൾ നോക്കുന്നോ അത് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ഒരു വീട് പണി നടക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് നമ്മളെല്ലാവരുടെയും വീടും വീട്ടുകാരുടെയും കാര്യങ്ങളും ബാക്കിയുള്ളതും വെക്കുന്ന വീട് ശ്രദ്ധിക്കും. നമ്മളത് കൂടുതലായിട്ട് കാണും. അല്ലാത്തപ്പോഴും അത് അവിടെ ഉണ്ട്, നമ്മൾ കാണുന്നില്ലെന്ന് പറഞ്ഞല്ലേ. ഈ പറഞ്ഞത് എന്താ, ഞാൻ പറഞ്ഞ ഏരിയ എന്താ, ഇപ്പം ഞാൻ എൻ്റെ ഗതികേടുകൾ പറയാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ ഉടനെ തന്നെ അവളുടെ കുറേ ഗതികേട് പറഞ്ഞിട്ട് വെക്കും എന്ന് പറയുന്നിടത്ത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് ഒരു ഗതികേട് അങ്ങോട്ട് പറയാനും
അവൾ ഇങ്ങോട്ട് രണ്ട് ഗതികേടും പറയുവാണെങ്കിൽ നമുക്ക് രണ്ട് വിറ്റ് അതിനിടയിൽ കയറി പോകും. വേണമെങ്കിൽ നിർബന്ധമല്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കുറച്ചുകൂടെ അതിങ്ങനെ സ്പീഡിൽ പോകുമ്പം നമുക്ക് ആ ഒരു പ്രദേശം, പ്രത്യേകിച്ച് മാളുമൊക്കെ വരുമ്പം, മാളുമൊക്കെ അതിൻ്റെ ഒരു മറ്റ് ഏരിയകളെല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. അതെന്താണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പരിപാടി, എങ്ങനെയാണ് ഇത് പോകുന്നതെന്നൊക്കെ അറിയാവുന്ന ആൾക്കാർ വരുമ്പം ആകെ ഉള്ളത് എത്ര വിറ്റ് കയറ്റാം. ഇവിടെ വേറെ അങ്ങനെ കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ ചില സിനിമയ്ക്ക് ഇപ്പം ഞാൻ ഈ CID മൂസ എന്നുള്ള സിനിമയെ പറ്റിയൊക്കെ ഞാൻ പറയാം. അതിൽ രണ്ട് മനുഷ്യർ തമ്മിൽ വെറുതെ കാണുന്നൊരു സീനുണ്ടെങ്കിൽ എങ്ങനെ അവിടെ ഒരു തമാശ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുണ്ടാക്കുന്ന പടമുണ്ട്. വെറുതെ തമ്മിൽ കണ്ടാൽ പോലും എന്ത് തമാശ ഉണ്ടാക്കാം എന്നാലോചിച്ച് സീനുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആലോചനയും കൂടെ വരുമ്പം മാളുവിനൊക്കെ കുറച്ചുകൂടെ പറ്റുമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ രചന പറഞ്ഞ പോലെ ടേക്ക് ഇറ്റ് ഈസി, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ല, മാളു പറഞ്ഞ പോലെ take it easy. മാളു പറഞ്ഞതല്ല, അത് പടത്തിലെ പാട്ടാ, ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളത്. താങ്ക് യു ജഡ്ജസ്. എന്തിന് വെറുതെ അപ്പോഴേക്കും ഇവിടെ മാളു പറഞ്ഞു കഴിഞ്ഞു താത്ത. മാളുവെങ്കിലും എന്നെ ഓർത്തില്ല. അതെ, താങ്ക്സ് പറഞ്ഞിട്ട് അങ്ങോട്ട് രഞ്ജിച്ച്. അത് കുഴപ്പമില്ല, അത് ഞാൻ വരവ് വെച്ച്. മാളു നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം പറയട്ടെ. ഈ ഭക്ഷണം തീർന്നു പോണ സംഭവം പറഞ്ഞില്ലേ, അതുപോലത്തെ വേറൊരു സംഭവം ഉണ്ട്. നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേ ഈ ബസ്സിൽ വന്നിട്ട് ആ ബസ് നിർത്തി ഭക്ഷണം കഴിക്കാൻ കയറും അല്ലേ. ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ തന്നെയുള്ള ക്യാൻറ്റീനായിരിക്കും. അപ്പം നമ്മൾ ചെന്ന് അവിടെ ഇരിക്കും. അപ്പോൾ ഈ ഡ്രൈവർ, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മുമ്പിലാണ്. കാരണം ഇവർ എഴുന്നേറ്റ് പോയാൽ വണ്ടി എടുത്തുകൊണ്ട് പോകില്ല. അപ്പം നമ്മളവിടെ ചെന്ന് അവർക്കായിരിക്കും ആദ്യം ഫുഡ് കൊടുക്കണത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് തരുള്ളൂ. നമുക്ക് തന്ന് നമ്മൾ സ്പെഷ്യൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ വരാൻ ഇത്തിരി താമസം കൊടുക്കും. നമ്മൾ സ്പെഷ്യൽ വന്നത് ഇങ്ങനെ ഒന്ന് നുള്ളി വായിൽ വയ്ക്കുമ്പോഴേക്ക് ഈ ഡ്രൈവറും കണ്ടക്ടറും എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ടെൻഷനാവും. നമ്മൾ ഒന്ന് രണ്ട് അവിടെ നിന്നൊക്കെ ഭാര്യ തിന്നിട്ട് വേഗം ചാടി എഴുന്നേറ്റുമ്പോൾ ഇവർ പുറത്തിറങ്ങി സീറ്റൊക്കെ വലിച്ചിരിക്കണ്ടാവും. നമ്മളിപ്പോൾ ആ കല്യാണ വീട്ടിലിരുന്ന് അവിടെ ഭക്ഷണം തീർന്നു പോയെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേണ്ടി കലവറയിൽ നീ ഉണ്ടല്ലോ, സാധനം വരുമല്ലോ. ഇപ്പോൾ പ്രതീക്ഷയാണ് ഏറ്റവും വലുത്. ഇരുണ്ട ഇടനാഴികളുടെ അറ്റം ചെന്നെത്തുന്നത് വെളിച്ചത്തിലേക്കാണ്. കാത്തിരിക്കുക. ഈ തീർന്നു പോയെന്നുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇപ്പൊ ബൊഫെ ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ബൊഫെ എടുത്ത് കഴിക്കാൻ. ഇനി അതേലും തീർന്നു പോകുന്ന കഷ്ടം പിടിച്ചവരുണ്ട്. കൃത്യം ലാസ്റ്റ് ഇരിക്കുന്ന പൂരി നമ്മൾ എല്ലും ഭേദം കുരുത്തേണ്ടതുണ്ടോ, അങ്ങനെയുണ്ട്. എൻ്റെ ഒരു പടത്തിൻ്റെ 100-ാം ദിവസം ആഘോഷം സന്തോഷം വലിയ ബൊഫെ, ഞാൻ പറഞ്ഞുണ്ട്, വലിയ ബൊഫെ നടക്കുകയാണ്. അപ്പോൾ ഒരുത്തിനിങ്ങനെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ആരെങ്കിലും കാണും, അവിടെ കൊണ്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് എണീറ്റ് പോകും. അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്ലേറ്റ് എടുക്കും, കുറച്ച് ചോറും ഇവിടെ ഞാൻ അവിടെ നമ്മളോട് വർത്തമാനം പറഞ്ഞിട്ട് വേറത്തിനെ കാണുമ്പോൾ കൈവക്കിട്ട് എണീറ്റ് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു 5-6 പ്ലേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു, ചേട്ടാ ഇത് നിങ്ങൾ എല്ലാ ടേബിളിലും ഇച്ചിരി ഭക്ഷണം വെച്ച്, ഭക്ഷണം വേസ്റ്റ് ചെയ്യല്ലേ, പൈസയുടെ അല്ല, ഭക്ഷണമല്ലേ, അത് വേസ്റ്റ് ആക്കരുത്, അതുകൊണ്ട് പ്ലേറ്റ് എടുക്കുന്നത് ഒന്ന് കരുതിയാൽ കൊള്ളാം എന്നൊരു വരി പറഞ്ഞേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളി പ്ലേറ്റ് ഇല്ലാണ്ട് നേരെ സ്പൂണുമായിട്ട് ആ പാത്രത്തിൽ നിന്ന് കോരി തിന്നുക. ബാക്കിയുള്ളവനൊക്കെ പ്ലേറ്റുമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ക്യൂ നിന്നിട്ട് കൈ പറഞ്ഞ് അവിടെ നിന്ന് കോരി തിന്നുക. അപ്പൊ അവനെ പിടിച്ച് ഇങ്ങനെ കാണിക്കാതെ പറയാം, പിഷാര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ അയാളെ പറഞ്ഞ എരിവിരി കൂട്ടിന്നും പറഞ്ഞിട്ട് കുറെ പേര് എന്റെ മുഖത്ത് കയറാൻ വന്നു. അങ്ങനെ മാളുവിന്റെ പെർഫോമൻസിന് ശേഷം ഇനി അടുത്തതായി വരുന്നത് വന്ദന ഫ്രം വൈക്കം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വന്ദന തങ്കൻ. അപ്പൊ എന്നെ ഈ ആരും തന്നെ വന്ദന എന്നൊന്നും വിളിക്കാറില്ല. എല്ലാവരും ഈ തങ്ക എന്നാ. അപ്പൊ ഈ തങ്ക എന്ന് വിളിക്കുമ്പോൾ വിഷയം എന്നെ എന്നാന്ന് പറഞ്ഞാൽ, എന്നെ അച്ഛനെ വിളിക്കണേ ആണോ അതോ എന്നെ തന്നെ വിളിക്കണോ എന്ന് ചിലപ്പോൾ എനിക്ക് ഡൗട്ട് വരാറുണ്ട്. അപ്പൊ തങ്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ചുരുളിയിലെ തങ്ക എന്ന് വിചാരിക്കരുത്. ഞാൻ ഇച്ചിരി അല്പം സ്റ്റാൻഡേർഡൊക്കെ ആട്ടോ. അപ്പൊ തങ്ക എന്ന് പറഞ്ഞ ഒരു വിഷയം വന്നത്, ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കും. അപ്പൊ അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓടി വന്ന ഒരു കൂട്ടുകാരി തങ്കോ എന്ന് പറഞ്ഞ ഒറ്റ വിളി. ആ വിളിയിൽ ഞങ്ങൾ 3 പേരും തിരിഞ്ഞു നോക്കി. ഞാൻ വിചാരിച്ചത് ഒന്നല്ലേ ഞാൻ, അച്ഛൻ മാത്രമേ ഉള്ളെന്നാ. പക്ഷെ നോക്കിയപ്പോൾ ചേച്ചിയും കൂടെ തിരിഞ്ഞു നോക്കി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിൽ 3 തങ്കന്മാരാണുള്ളതെന്ന്. അപ്പം ഈ തങ്കൻ, ശശി, സോമൻ അങ്ങനെയൊക്കെ പേരുള്ളവർക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല പേരിൻ്റെ ആവശ്യമില്ല. കാര്യം അവർ ഫ്യൂച്ചറിൽ ഈ പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിവിടെ പേരിനെ കുറിച്ചാണ് പറയാന്ന്. പേരിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ, എന്നെക്കുറിച്ചാണ്. എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിലെ 3 ടേണിംഗ് പോയിൻ്റാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 3 ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിലൊക്കെ മേ ബി റിലേറ്റഡ് ആയിരിക്കും. അപ്പം നോക്കൂ കേട്ടോ, റിലേറ്റഡ് ആണോ അല്ലേന്ന്. എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛന് ലോട്ടറിയാണ്. ലോട്ടറി ആയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ശിവകാമി ദേവി ബാഹുബലിനെ ഒറ്റ കൈ കൊണ്ട് പൊക്കി മാസ് കാണിച്ചപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അരയിലെ കുപ്പി പൊക്കിയാണ് മാസ് കാണിച്ചത്. ആ ഒരു മാസിന് അച്ഛൻ ആ ഒരു ആഴ്ചയെ വൈറലായിരുന്നു.
എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്നെ ഡോക്ടറാക്കണമെന്ന്. അപ്പോൾ ഡോക്ടറാക്കാൻ വേണ്ടി ആ പള്ളിക്കൂടത്തിലൊക്കെ കൊണ്ട് ചേർത്ത് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി ഈ പരിപാടി നടക്കാൻ പറ്റില്ല. എന്നാൽ ഡോക്ടർ പോയിട്ട് ഒരു ഡോക്ടറിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് നൈസായിട്ട് ചെന്നപ്പോൾ അമ്മയെ ആട്ടി വിട്ടു. അങ്ങനെ അച്ഛൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ അങ്ങനെ ഒതുക്കി മാറ്റി വെച്ചു. അപ്പം എൻ്റെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ ഒരു തീപ്പൊരിയാണെങ്കിൽ അമ്മ തീയാണ് എൻ്റെ കാര്യത്തിലും. അപ്പം അച്ഛനെ പൊതുവേ നാട്ടുകാർ ഒരു ചെല്ലപ്പേര് വിളിക്കുന്നുണ്ട്, ആമത്തങ്കെന്ന്. ആമത്തങ്കെന്ന് അച്ഛനെ വിളിക്കുന്നത് അച്ഛൻ ആമേനെ പോലെ നടന്നിട്ടോ ആമേനെ പിടിച്ചിട്ടോ അല്ല. അച്ഛൻ 6 മണിക്ക് ശേഷം വെള്ളത്തിലും 6 മണിക്ക് മുന്നേ കരയിലുമാണ് അച്ഛൻ. അപ്പം 6 മണിക്ക് മുന്നേ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും മറ്റേ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ചെന്ന് നമ്മൾ നിന്നിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീ നീലക്കാടാ കൊണ്ടുവന്നേക്കണം, മഞ്ഞക്കാട് കൊണ്ടുവന്ന് അങ്ങനെ ഒരു പരിപാടി പറയണ മാതിരി അമ്മു ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളൊരു പരിപാടിയാണ് പറയാം. അതേസമയം 6 മണിക്ക് ശേഷം നമ്മൾ ചെന്നാലോ കട്ട സപ്പോർട്ടും. അതേമാതിരി എൻ്റെ അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലെ ലൈലേന്ന് വിളിക്കണ തത്തേനെ കൊണ്ട് ലൈല ചേച്ചിന്ന് വിളിപ്പിക്കുന്ന അമ്മയാണ്. അപ്പോൾ ഈ അമ്മേനെ അമ്മക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട് എന്നും പറഞ്ഞ് അമ്മ വെള്ളടിക്കണം എന്നല്ല കേട്ടോ. അമ്മ വീക്ക് പോയിന്റ്, അമ്മയുടെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഡാൻസുകാരിയാണ്. അമ്മ ഡാൻസുകാരിയല്ല, നമുക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. അമ്മ അഥവാ ഡാൻസ് കളിച്ചാൽ വെള്ളത്തിൽ വീണ പൂച്ചേതന മാതിരി കാലിട്ടടിക്കണ മാതിരിയാണ്. അപ്പം അമ്മയുടെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ വൈബായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ അമ്മ ഓക്കെ പറയും. അതേസമയം നമ്മൾ ആട്ടിവിടും. അപ്പം ഇവരൊക്കെ ഇങ്ങനെയാണ്. അപ്പം അവരുടെ മാതിരി എനിക്കും എന്തെങ്കിലും സ്കില്ലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സ്കില്ല് ഞാൻ തെളിയിച്ചത് ഒരു 1-2 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എന്ന് പറഞ്ഞാൽ മേ ഐ ഗോ ടു ടോയ്ലറ്റ് മിസ് അങ്ങനെ ചോദിച്ചാലേ നമ്മൾ വിടുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ലെങ്കിൽ അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നാറ്റിക്കും. അപ്പം എന്താ വെച്ചാൽ ആ ഒരു സാഹചര്യം നേരിടാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പിടിച്ചു വെച്ചോണ്ടേ പിടിച്ച് അവസാനം അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാർ ഒരു ചളി അടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പം നാറരുതല്ലോ, അതിന് വേണ്ടിയിട്ട് കയ്യിലെ ബോട്ടിൽ നിന്ന് വെള്ളം മറിച്ചൊഴിച്ച് അപ്പോൾ ആ വെള്ളത്തിൽ മിക്സായി പിന്നെ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാറാണ്ടിരുന്നു. ഇനി ഞാൻ പറയാൻ പോണത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ മേ ബി കടന്നുപോയ ഒരു ടേണിംഗ് പോയിന്റ്സ് ആണ്. 3 ടേണിംഗ് പോയിന്റ് ആണ് മെയിനായിട്ട് വന്നത്. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വന്നതായിരിക്കും. ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 10th ആണ്. 10th കയറുമ്പോഴേ ഇങ്ങനെ ഇരിക്കുന്ന മിസ്സുമാർ നമ്മളെ പറഞ്ഞ് അമ്മാതിരി റോക്കറ്റെ കയറ്റി വിടുന്ന മാതിരിയുള്ള ഒരു ഹൈപ്പാണ് കൊടുക്കുക. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്ന് മാറാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ഒരുമാതിരി നമ്മളെ അല്ലേ ടീച്ചറെ, പേടിപ്പിച്ചിട്ടില്ലേ? കാണും. അപ്പം പേടിപ്പിച്ച് ഒരു ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വന്ന മാതിരി അമ്മാതിരി ഹൈപ്പ് കൊടുക്കും. അതിനകത്ത് ചിലതൊക്കെ പൊട്ടാറുണ്ട്, ചിലതൊക്കെ കയ്യിൽ വെക്കാറുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് കയ്യിലിരുന്ന ഒരു സാധനമാണ് ഞാൻ. അങ്ങനെ 10 കഷ്ടപ്പെട്ട് പാസ്സായി. ഇനി അടുത്ത +1ലേക്ക് കാണുമ്പോൾ പിന്നെ ഇവർ വന്നിട്ട് ഇതും നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്, ഇത്രയും നാളെ നിങ്ങളുടെ ഒരു ക്ലാസ്സും ഒന്നുമല്ല എന്നുള്ള അടുത്ത ടേണിംഗ് പോയിന്റ് എന്ത് ചെയ്യും കൊണ്ടുവരും. അത് മറ്റേ സുരേഷ് ഗോപിയുടെ ഹോട്ട് സീറ്റിലൊക്കെ പിടിച്ചിരുത്തണ മാതിരി നമ്മളെയൊക്കെ കൊണ്ടിരുത്തുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനായി. പിന്നെ അവർ കൂടുതൽ പറയാന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ലാണ്. അവസാനം +1ഉം +2 അങ്ങോട്ട് പാസ്സായിട്ട് അവിടെ നിന്ന് കല്ലേറ് അല്ലാണ്ട് വേറെ ഒരു പരിപാടി എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അമ്മ ഇപ്പം മറ്റേ അടിച്ചു വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കണില്ല എന്നൊക്കെ ഭയങ്കര വിഷമം. അപ്പം എൻ്റെ വീട്ടിലെ വാലാട്ടണ പട്ടി വരേക്കിനും ഇപ്പം എന്നെ നോക്കി കുരയ്ക്കുകയും ചെയ്യാം. പിന്നീട് അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ വഴക്ക് പറഞ്ഞ് നന്നാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ വിചാരിച്ചു എന്നാൽ ദൈവത്തിൻ്റെ പാതയൊക്കെ സ്വീകരിക്കാം. അപ്പം ദൈവത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ അമ്മ മറ്റേ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ പോട്ടെ എണ്ണ നേരുമൊന്നും അല്ല ചെയ്തത്. അമ്മ എന്നാന്ന് പറഞ്ഞാൽ മറ്റേ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജ് വരും. ഈ മെസ്സേജ് നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഐശ്വര്യവും നിങ്ങളുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്യും. അപ്പം അമ്മ ഇത് 20 പേർക്ക് എൻ്റെ ഫോണിലും കൂടി ഇത് കിടക്കണുണ്ട്, എനിക്കും കൂടെ അയച്ചു തരും. ഇത് സഫലമാകും. എന്നിട്ട് എന്നോട് പറയാം, അമ്മു ഞാനിത് 20 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഉറപ്പാ ഇനി തൊട്ട് എൻ്റെ ലൈഫ് സെറ്റാണ്. അങ്ങനെ കഴിഞ്ഞു. അപ്പം അങ്ങനെ കഴിഞ്ഞ് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടാതെ വീട്ടിൽ ഇരുന്നപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ എന്നെ ബാങ്കിൽ കൊണ്ടുപോയി. ബാങ്കിൽ കയറിയപ്പോൾ ഒരു അടിപൊളി ഇത് ഇവിടത്തേക്ക് മാതിരി ഒരു AC, മൊത്തത്തിൽ ഫീല്, ക്യാഷിൻ്റെ ഡീലിങ് ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ഇവിടെ ഞാൻ ഇരിക്കണം, ഇവിടുത്തെ ഒരു കസേര എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ് BCom പഠിക്കാൻ പോയി. BCom പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കൊള്ളില്ലാത്ത മാർക്ക് ആയതുകൊണ്ട് തന്നെ അതേമാതിരിയുള്ള ഒരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ആ അഡ്മിഷൻ്റെ ബേസിൽ അവിടെ ഒരു വൈബാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ്
അക്കൗണ്ടൻസിയുടെ ക്ലാസ് തുടങ്ങി. ഞാൻ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് ഞാൻ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എൻ്റെ കിളി പാറി. ആ പാറിയ കിളീനെയും പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പണിയായിരുന്നു. അപ്പോൾ വീട് പണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അപ്പോൾ അവിടുത്തെ എഞ്ചിനീയറൊക്കെ വന്ന് ബംഗാളികളെ കൊണ്ട് അത് ഇത് ചെയ്യുന്നൊക്കെ ഓരോ ആക്ഷൻസ് ചുമ്മാ ഇരുന്ന് പറയുന്നു. അതൊരു രാജാതിരാജ ഫീലൊക്കെ. അപ്പം അങ്ങനെ ഫീലപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാജാവായി കളയാം, എന്നാൽ പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചേക്കാന്ന് പറഞ്ഞ് അച്ഛന് ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം കൊടുത്ത്, അച്ഛാ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കേണ്ട ആളല്ല, ഞാനൊരു എഞ്ചിനീയറായി തീരേണ്ട ആളാന്ന് പറഞ്ഞ് അച്ഛന് ആത്മവിശ്വാസം കൊടുത്തിട്ട് ഞാനും അച്ഛനും കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പോൾ അടിപൊളി കോളേജ്. ഇപ്പം കണ്ട കോളേജൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. നല്ല കോളേജ്, നല്ല നല്ല ചേട്ടായിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ചേട്ടായിമാരുടെ കൂടെ തന്നെ ചേച്ചിമാരും ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് സ്കോപ്പില്ലാന്ന് അങ്ങോട്ട് മനസ്സിലായി. സ്കോപ്പില്ലാന്ന് മനസ്സിലായാലും എന്നാലും ആത്മവിശ്വാസം കൈവിടാണ്ട് ഞാൻ മറ്റേ ചങ്സിലെ ഹണി റോസിൻ്റെ എൻട്രി അങ്ങോട്ട് പോയി. പിന്നീട് പിള്ളേർ പറഞ്ഞറിഞ്ഞു ഞാൻ അവിടുത്തെ ചാളമേരി ആയിരുന്നു. കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സഹിച്ചു. അങ്ങനെ സെമ്മ് തുടങ്ങിയപ്പോൾ വീണ്ടും ഇത്രയും നാൾ നിങ്ങൾ ഒന്നുമല്ല, ഇനിയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകണം. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതം. ഇത് പഠിച്ചാലേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തി. അങ്ങനെ അടുത്ത ടേണിംഗ് പോയിന്റ് വന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നതല്ലേ ഇതൊക്കെ. അപ്പം ടേണിംഗ് പോയിന്റ് വന്നു. ഓക്കെ, എന്നാൽ പഠിച്ചു കളയാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ മനസ്സിലായി വിശ്വാസം മാത്രമേ ഉള്ളായിരുന്നു, വേറെ പരിപാടിയൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഈ പഠിക്കുക, ജോലി വാങ്ങുക മാത്രമല്ലല്ലോ, കൂടെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. എന്നാൽ പിന്നെ അങ്ങനെ ഒരാളെ സെറ്റാക്കാൻ വേണ്ടി അപ്പം ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ വീടിന് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനേ ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ ചേട്ടന്മാരെ നോക്കാൻ തുടങ്ങി. നോക്കി അവസാനം ഒരു ചേട്ടനെ സെറ്റായി കഴിഞ്ഞ് ഞാൻ ചേട്ടനോട് എന്ന് ചോദിച്ചു, ചേട്ടാ എൻ്റെ ഇരുട്ടുള്ള വീട്ടിലെ വെളിച്ചമായി വരാൻ ചേട്ടന് താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അതെ, ചോദിച്ചതും നിനക്ക് വല്ല മെഴുകുതിരി എടുത്ത് കത്തിച്ചുകൂടെ ഇടിയുന്നു. എന്നാൽ ഓക്കെ, മാറ്റി വെച്ചു. എന്നാൽ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ സങ്കടപ്പെട്ട് അങ്ങ് മാറി വന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്നാൽ ഇലക്ട്രിക്കൽ പോയി. എന്നാൽ പിന്നെ നമ്മളെ കാറ് നന്നാക്കാൻ വേണ്ടി ഒരു മെക്കാനിക്കലുകാരനെ ആകാമല്ലോ എന്ന് വിചാരിച്ചു. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നോട്ടം തുടങ്ങി. നോക്കി അവസാനം ഒരു ചേട്ടനെ സെറ്റായി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളി പല വണ്ടിയുടെ മെക്കാനിക്കായിരുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് പുള്ളി വർക്ക് ചെയ്യണ ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാ. മെയിൻ വർക്ക് രാത്രിയിൽ പോയി ചെയ്യണ പുള്ളിയായിരുന്നേ. അതുകൊണ്ട് പുള്ളീനെ വേണ്ടാന്ന് വെച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഈ പഠിത്തവും ഈ പരിപാടിയൊന്നും എനിക്ക് പറ്റണമല്ല. അപ്പം ഞാൻ ഇനി അടുത്ത ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ആരാ ലൈക്ക് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്തത്? ആരാണ്? ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ? തനിയെ ചെയ്തതാണോ? സ്വന്തമായിട്ട് ചെയ്തു. പിന്നെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, അതായത് ഓരോരുത്തരുടെ ഇത് ജീവിതത്തിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണമല്ലോ. ചോദിച്ചു. ഓക്കെ, വെരി ഗുഡ് നൈസ് പെർഫോമൻസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. രമേശേട്ടാ, വന്ദന, ഇത് വന്ദനയുടെ ആദ്യത്തെ പെർഫോമൻസ് ആണെന്ന് പറയുന്നിടത്ത് ഒരു അത്ഭുതമുണ്ട്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തിട്ടാണ് വന്ദന അവതരിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം രസമുണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഈ ചന്ദ്രക്കലയിൽ തീരുന്ന ഫുൾ സ്റ്റോപ്പുകൾ ഒരുപാടുള്ള പോലെ തോന്നി വർത്തമാനത്തിൽ. പറയുന്നത് വിടുന്നുണ്ട്. അപ്പം ഞാനവിടെ ചെന്ന് പറഞ്ഞ് ഞാൻ ഇതിപ്പോൾ കൊടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത് ഈ ചന്ദ്രക്കലയിൽ തീരുന്ന ഫുൾ സ്റ്റോപ്പുകളുടെ ഒരുപാടെണ്ണം ഒരുപോലെ കുറേ സ്ഥലങ്ങളിലുള്ള പോലെ എനിക്ക് തോന്നി. ചിലപ്പം മറ്റുള്ളവർക്ക് തോന്നിക്കൊള്ളണമെന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ കുഴപ്പം ഒരേപോലെയുള്ള വാക്യഘടനകളും ഒരേപോലെയുള്ള ട്യൂണും ഒരേപോലെ ആയിരിക്കും. നമ്മൾ പറയുന്ന പല വിറ്റുകളാണ്, പല കഥകളാണ്, പല അനുഭവങ്ങളാണ്. പക്ഷേ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മുഖം കൊണ്ടും ഇതുകൊണ്ട് ഒരുപോലെ ഇരിക്കുന്ന എന്തോ കാര്യമാണ് പറയുന്നത് നമുക്ക് തോന്നാനുള്ള സാധ്യതയുള്ള രീതിയിലായിരുന്നു മോഡുലേഷൻ. പല വിറ്റുകളും ഈ പല ഘട്ടങ്ങളും പറഞ്ഞതും എല്ലാം വളരെ രസമുള്ളതായിരുന്നു. വേറെ ഞാൻ ഈ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു പുതിയ ആളെന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പം ഒരുപാട് മുകളിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. നമ്മളൊക്കെ ആദ്യം ചെയ്ത കാലഘട്ടത്തെ പരിപാടികൾ ഇപ്പോൾ ചിലപ്പം ഒരുപാടില്ലെങ്കിലും വളരെ പഴയത് കേട്ടോ. ഈ അടുത്ത ഒരു 10 വർഷം മുമ്പല്ല, അതിന് മുമ്പുള്ള പരിപാടികളൊക്കെ ഇപ്പം TV യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അല്ല അതിൻ്റെ താഴെ ആൾക്കാർ കമൻറ്റ് ഇട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പോകും, ദൈവം ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും നമുക്ക്. അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു അന്ന്. ഒരു പുതിയ പ്രകടനം എന്നുള്ള നിലയിൽ വളരെ ഗംഭീരമായിരുന്നു, നന്നായിരുന്നു. വന്ദന, നമസ്കാരം. നല്ല ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു വന്ദന. തങ്കാന്നാണ് അല്ലേ? എനിക്കുണ്ട് അങ്ങനെ ഒരു പ്രശ്നം. അതായത്
എന്നെ മിക്കവരും വിളിക്കുന്നത് നാരായണൻകുട്ടി എന്നാ വിളിക്കണേ. എന്നെ വിളിക്കാറുണ്ട്. അല്ലേ? നമ്മളൊക്കെ കൂടുതലും എന്റെ പേരിനേക്കാളും ആൾക്കാർക്ക് കൂടുതൽ അറിയുന്നത് നാരായണൻകുട്ടി എന്ന് പറയും. അച്ഛനാണ് എന്ന് പറയും ഞാൻ തിരിച്ച്. അപ്പോ അതിന്റെ ഒരു വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വീട്ടിൽ അമ്മൂന്നാ വിളിക്ക. ഇടയ്ക്കിടയ്ക്ക് അമ്മോ അത് അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ നമ്മ പറയണത്. കേരളത്തില് മൊത്തം ഏതാണ്ട് 96 ലക്ഷം അമ്മൂമാരുണ്ടെന്നുള്ളതാണ്. എന്റെ അമ്മേനെ വീട്ടിൽ വിളിക്കുന്നത് അമ്മൂന്ന. അതെ ശരിയാ. ഓക്കെ. ആമ്പിള്ളേരിലെ അപ്പൂസും ഉണ്ട്. 99 ലക്ഷം അപ്പൂ. വന്ദന എടുത്ത് വന്ദനേനെ പറ്റി തന്നെയാണ് ഒരു ഷോർട്ട് ബയോ ഹിസ്റ്ററി പറഞ്ഞു എന്നുണ്ടെങ്കിലും ടേണിംഗ് പോയിന്റ് എന്നുള്ളത് ഹൈലൈറ്റഡ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും ടേണിംഗ് പോയിന്റ് എന്നുള്ളത് ഹൈലൈറ്റഡ് ആയിരുന്നു. ആൻഡ് യു ആർ എക്സ്പെക്ടിങ് സംതിങ് ന്യൂ ഇൻ യുവർ ലൈഫ്, ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്. അപ്പോൾ ഈ ഒരു വേദി ഫസ്റ്റ് ടൈം എന്നുള്ള നിലയ്ക്ക് നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ വന്ദനയ്ക്ക്. ഇനിയും ഇതുപോലെ നല്ല നല്ല വേദികൾ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ പ്രേയേഴ്സ്. വന്ദനം നന്നായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പം പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഈ തങ്ക എന്ന് വിളിക്കുന്ന സംഭവം പറഞ്ഞില്ലേ, അപ്പം അതുപോലെ തന്നെ ഈ കുഞ്ചാക്കോവനെ ചിലർ ബോബൻ കുഞ്ചാക്കോ എന്ന് വിളിക്കും. ഇപ്പോൾ കുഞ്ചാക്കോവൻ പറയും അച്ഛനെ വിളിക്കല്ലേ എന്ന് പറയും. കാരണം ചിലർക്ക് അറിഞ്ഞൂടാ ബോബൻ കുഞ്ചാക്കോ എന്നാണ് പേരെന്ന് വിചാരിച്ചിരിക്കുന്നത്. കുഞ്ചാക്കോ എന്നാണ് ശരിക്കും പേര്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പം ഈ ഓഡിയൻസായിട്ട് വന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു ഇപ്പം ഈ സ്റ്റേജിൽ നിൽക്കുന്നത് അല്ലേ. അപ്പം അതിൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇവിടെ ഇരിക്കുന്ന ഈ സുന്ദരികളിൽ പലർക്കും ഇതിനേക്കാൾ വലിയ കഴിവുകളുണ്ട് അല്ലേ. ഇവർക്ക് നാളെ ഈ സ്റ്റേജിലേക്ക് വരാൻ സാധിക്കും, ഇതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. എന്നിരുന്ന് ഈ തങ്കയുടെ പെർഫോമൻസ് മോശമാണെന്നല്ല പറഞ്ഞത്, നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാനായിട്ട്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് എഴുതിയത് സ്വന്തമായിട്ടെന്നല്ലേ പറഞ്ഞേ, കൂട്ടുകാരെയൊക്കെ കേൾപ്പിച്ചല്ലേ? അച്ഛനെ കേൾപ്പിച്ചോ? അച്ഛൻ കണ്ടോളും കേട്ടാ, ബാക്കിയുള്ളത് അവിടെ നിന്ന് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ വന്ദന ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. 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 നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, അപ്പൊ എനിക്ക് പിള്ളേരോടാണ് പറയാനുള്ളത്. ഇവര് വളർന്നു വരുന്ന തലമുറയാണ് മക്കളെ. അപ്പം നിങ്ങള് കുറച്ച് നാളെ കഴിയുമ്പോൾ കല്യാണ കാര്യങ്ങളൊക്കെ എത്തും, ആരെങ്കിലും ഒക്കെ പെണ്ണ് കാണാൻ വരും. പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ഇത്തിരി എത്താനായിട്ട് ഇത്തിരി താമസിച്ചു പോയാൽ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അല്ല, ഇതൊക്കെയാണോ ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്ന് പിള്ളേർക്ക് കൊടുക്കുന്ന ഉപദേശം? നിങ്ങൾ ഞാനോടത്ത് എന്തോ സീരിയസ് ആയിട്ട് ഉപദേശിക്കാനാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ പറയാം. പെണ്ണ് കാണാൻ വരുമ്പോ ലേറ്റ് ആയ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതൊക്കെയാണോ ഇത്രയും പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം? അല്ല, അങ്ങനെ സംഭവം ഉണ്ടായി, അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞത്. എന്ത് സംഭവം? എന്റെ കൂട്ടുകാരൻ പരമന്റെ മോൻ സ്നേഹൻ, അവന് പെണ്ണ് കുറെ ഒക്കെ നോക്കി നടന്നാണ് പയ്യൻ. അപ്പൊ നമുക്കൊരു ഇപ്പൊ അടുത്തിടക്ക് ഒരെണ്ണം ശരിയായി സെറ്റായി. പെണ്ണ് കാണാൻ പോണ വഴിക്ക് ഇവര് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയാൻ പോകുന്ന കാര്യം തന്നെയാണോ ഇത് കഴിയുമ്പോ ഞാൻ പാടാന്നും പറഞ്ഞ് പാടാൻ പോകുന്നേ? എന്നാ പിന്നെ പാടിയാ മതി, പറയണ്ട. മതിയാ? പിന്നെ പിന്നെ അങ്ങനെ ചെയ്യാ അല്ലേ? അത് മതി, അത് മതി. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. പൂച്ചേനെ വളർത്തണ കുട്ടി മീൻകാരനു മ്യാച്ചായി, ഈ കാര്യം നാട്ടില് മുഴുവൻ പാട്ടായി. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. എത്ര നേരം കാത്തിരുന്നു സ്നേഹചന്ദ്രനായവൾ, ഈ നടയിൽ ഛായയുമായി വെയിറ്റു ചെയ്ത പെൺകൊടി. ഹോണടിച്ചു സിഗ്നലേകി
മീൻ വിൽക്കണ സാബൂട്ടൻ മീൻ കൊട്ടയിൽ അവളെ ഇരുത്തി ലൈഫു നൽകാൻ പോയതാ. സമയദോഷമോ മാറ്റിടാ നോക്കിടേണം, കൃത്യസമയത്തേതു കാര്യവും ചെയ്തു തീർക്കണം. പാലായിൽ പോകാൻ പ്ലാനായി, സ്നേഹേന്ദ്രനു പെണ്ണതു ശരിയായി. വന്ദന ആൻഡ് മാളു രണ്ടുപേരുടെയും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. രമേശ് ഏട്ടാ, മാർക്സ് പ്ലീസ്. വന്ദന 50-ൽ 45. വന്ദനയ്ക്ക് എന്റെ വകയും 50-ൽ 45. That makes 90 out of 100. Congrats. ഗോൾഡൻ എൻട്രി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും വരണം, വരില്ലേ? വെരി ഗുഡ്. ആൻഡ് മാളു 46. 46. 46. Again 46. 92 out of 100. Golden entry. And ഈ ഒരു മത്സരം കഴിയുമ്പോൾ ഇതിലെ ബെസ്റ്റ് പെർഫോമർ ഒബ്വിയസ്ലി നമ്മുടെ മാളു ആണ്. ഗ്രാസ്. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈമിലെ ഈ എപ്പിസോഡിലെ ചില വിശേഷങ്ങളെല്ലാം പൂർണ്ണമാവുകയാണ്. But we will be right back. Until then, bye-bye.